ഇന്നത്തെ യാത്ര ആതിരപ്പള്ളി വാഴച്ചൽ വഴി വാൽപ്പാറയിലേക്കാണ്. 3 ദിവസമായിട്ടാണ് ഞങ്ങൾ ഈ യാത്ര ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. ആദ്യത്തെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ആതിരപ്പള്ളിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏടാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്കാണ്. ഇവിടെ നിന്ന് ആതിരപ്പള്ളിയിലേക്ക് ഏകദേശം ഒരു 8 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടുത്തെ എൻട്രി ടൈം. ഇവിടെ നിന്ന് പാസ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ. പാർക്കിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു കനാൽ ഒഴുകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് ചാലക്കുടി പുഴയിലേക്കാണ് ഒഴുകിയെത്തുന്നത്. ഈ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം ചാലക്കുടി പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. ദേ ഈ കാണുന്നത് ചാലക്കുടി പുഴയുടെ കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഒരു തൂക്കുപാലമാണ്. ഈ തൂക്കുപാലമാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. പിന്നെ ഇവിടുത്തെ എൻട്രി ഫീ വരുന്നത് പെർ ഹെഡ് 10 രൂപയാണ്. പാർക്കിംഗ് ഫീ 20 രൂപയും പിന്നെ ക്യാമറയുണ്ടെങ്കിൽ 100 രൂപയാണ് ഫീ. നല്ല വെയിലുണ്ടെങ്കിലും ഈ പാലത്ത് നിൽക്കുമ്പോൾ നല്ല കാറ്റാണേ. അതുകൊണ്ട് തന്നെ ചൂടിൻ്റെ കാഠിന്യം അറിയില്ല കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടും കൂടിയാണിത്. കുട്ടികൾക്ക് കളിക്കാൻ പാർക്കൊക്കെ ഇവിടെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളം നന്നേ കുറവാണ്. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ കാണുന്ന ഈ പാറക്കൂട്ടങ്ങളും ചുറ്റിലും കാണുന്ന ഈ മലനിരകളും ഒന്നും തന്നെ നമ്മുടെ ഈ യാത്രയെ നിരാശപ്പെടുത്തില്ല. മഴക്കാലവും അത് കഴിഞ്ഞുള്ള മാസങ്ങളും ഒക്കെയാണ് ഇവിടുത്തെ സീസൺ. ആ ടൈമിൽ ഇവിടെ വരുമ്പോൾ കിട്ടുന്ന കാഴ്ചകൾ കുറച്ചുകൂടി ഭംഗിയേറിയതാകും. ഈ പാലത്തിനടിയിലൂടെ ചാലക്കുടി പുഴ ഒഴുകുന്നത് നമുക്കപ്പോൾ കാണാൻ പറ്റും. ഈ കാണുന്ന വെള്ളത്തിൽ ഒത്തിരി മീനുണ്ടേ. അതിനെ പിടിക്കാൻ ഒത്തിരി കൊക്കുകളൊക്കെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഇരിക്കുന്നത് കൊക്കുകളാണ് കേട്ടോ. ഇവിടുത്തെ സ്ഥിരം സന്ദർശകരാണ് ഈ കൊക്കുകളും നീർക്കാക്കകളും കുരങ്ങുകളും ഒക്കെ. വേനലായതുകൊണ്ട് തന്നെ കുരങ്ങുകളൊക്കെ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇരുവശത്തും കനാൽ പോലെ നിർമ്മിച്ചിട്ടുണ്ടേ. അതിൻ്റെ സൈഡിൽ നിന്ന് വെള്ളം വരുന്നതാണ് ഈ കാണുന്നത്. അതവർ നിർമ്മിച്ചതാണോ അതോ പൊട്ടൽ വീണതാണോ എന്നൊന്നും മനസ്സിലായില്ല. മനസ്സിലായവരുണ്ട് കമൻ്റ് ഇട്ടേക്കണേ. ഈ പാലത്തിൻ്റെ മറുവശത്ത് ഇവർ ഗാർഡനിങ് ഒക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ തൂക്കുപാലത്തിൻ്റെ പേര് തുമ്പൂർ മൊഴി ഹാങ്ങിങ് ബ്രിഡ്ജ് എന്നാണ്. ഏകദേശം 210 മീറ്റർ നീളം ഇതിനുണ്ടേ. എറണാകുളം തൃശ്ശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണിത്. ഇനി ഞങ്ങൾ പോകുന്നത് ആതിരപ്പള്ളിയിലേക്കാണ്. ഒഴുകുന്നത് ചാലക്കുടി പുഴയാണേ. പനകളാണ് ഈ നിൽക്കുന്നതെല്ലാം. ഈ ഏരിയയിൽ ഒരുപാട് ആനകളെയൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ദൂരം നമുക്ക് ഈ പുഴ ഒഴുകുന്നത് കാണാൻ പറ്റും. ഇതാണ് ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ എൻട്രൻസ്. ഞങ്ങൾ ഏകദേശം ഇവിടെ എത്തിയപ്പോൾ 4 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു.
ഞങ്ങൾ റൂമിലൊക്കെ പോയി ഫ്രഷൊക്കെ ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മുള കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കൈവരി കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ നടപ്പാതയൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് അവർ സൂക്ഷിച്ചിട്ടുള്ളത്. ഏകദേശം എൻട്രി ഗേറ്റിൽ നിന്ന് 2 കിലോമീറ്റർ നടക്കണം വാട്ടർഫാൾസിനടുത്തെത്താൻ. ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്ന ഈ വെള്ളച്ചാട്ടം 24 മീറ്റർ ഉയരത്തിൽ നിന്നാണ് താഴേക്ക് പതിക്കുന്നത്. ഇതും ചാലക്കുടി പുഴയുടെ ഭാഗമാണ്. മഴക്കാലത്താണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. പക്ഷേ ആ സമയം നമുക്ക് അതിൻ്റെ അടുത്തൊന്നും പോകാൻ കഴിയില്ല. ഇവിടെ 2 സ്പോട്ടുകളാണ് ഉള്ളത്. ഒന്നതായി കാണുന്നതും രണ്ടാമത്തത് താഴെയുമാണ്. നമുക്കാദ്യം താഴെയുള്ള വാട്ടർഫാൾസിൻ്റെ ഭംഗി കണ്ടിട്ട് വരാം. പിന്നെ ഇത് നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് കേട്ടോ. മഴക്കാലം കഴിഞ്ഞുള്ള മാസങ്ങളാണ് ഇവിടുത്തെ സീസൺ. അപ്പോൾ നമുക്ക് ഈ വാട്ടർഫാൾസിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റും. ചുറ്റിലും മരങ്ങളൊക്കെ ഉള്ളത് കാരണം നമുക്ക് ഈ ചൂടിൻ്റെ തീവ്രത അറിയില്ല കേട്ടോ. പിന്നെ കുറേ കുരങ്ങന്മാരുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ കയ്യിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം. കാരണം ഞങ്ങളുടെ കയ്യിൽ നിന്നും ഒരു ഫ്രൂട്ടിയുടെ ബോട്ടിൽ കുരങ്ങൻ തട്ടിപ്പറിച്ചുകൊണ്ട് പോയായിരുന്നു. പിന്നെ തിരക്ക് കുറവായതുകൊണ്ട് തന്നെ ഈ നടപ്പാതയിൽ കൂടി നടക്കുമ്പോൾ നല്ലൊരു ഫീലാണ് കിട്ടുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെയും പക്ഷികളുടെയൊക്കെ ഒച്ചയൊക്കെ കേട്ട് പ്രകൃതിയെ മാത്രം ശ്രദ്ധിച്ച് നടക്കുന്നൊരു അനുഭവം ഉണ്ടല്ലോ, അതെപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊന്നും തന്നെ നമ്മൾ പാഴാക്കാനും പാടില്ല. ഇതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഇപ്പോഴത്തെ കാഴ്ച. മഴക്കാലമൊക്കെ ആകുമ്പോൾ ഈ കാണുന്ന പാറകളിൽ കൂടെയൊക്കെ വെള്ളം വരുവേ. ഇപ്പോൾ വെള്ളം കുറച്ച് കുറവായതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ അടുത്ത് പോയി വെള്ളച്ചാട്ടത്തെ കാണാൻ പറ്റും കേട്ടോ. നമുക്കിനി അങ്ങോട്ട് പോവാവേ. വേനൽക്കാലമാണെങ്കിലും വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിക്ക് യാതൊരു മാറ്റവുമില്ല കേട്ടോ. ഈ പാറയിൽ നിന്ന് ഒത്തിരി പേർ വെള്ളച്ചാട്ടത്തിനെ ബാക്ക്ഗ്രൗണ്ടാക്കി ഫോട്ടോസൊക്കെ എടുക്കുന്നത് കണ്ടായിരുന്നു. മഴക്കാലമായാൽ നമുക്ക് ഈ വാട്ടർഫാൾസിനെ ദൂരെ നിന്ന് കാണാൻ മാത്രമേ കഴിയൂ. തിരിച്ചു കയറുന്ന വഴി കണ്ട കാഴ്ചയാണ് ഇത്. ഒരു മരത്തിൽ മലയെണ്ണാൻ ഇരിക്കുന്നത്. എന്തായാലും ഈ യാത്രയിൽ ഒരു കാഴ്ചകളും ഞങ്ങളെ നിരാശപ്പെടുത്തിയില്ല എന്ന സന്തോഷത്തിൽ ഞങ്ങൾ റൂമിലേക്ക് മടങ്ങുകയാണ്.
ഞങ്ങൾ സ്റ്റേ ചെയ്തത് ബ്ലൂ മിസ്റ്റ് എന്ന റിസോർട്ടിലാണ്. ആതിരപ്പള്ളി വാട്ടർഫാൾസിൽ നിന്നും ഏകദേശം ഒരു 300 മീറ്റർ മാറിയാണ് ഈ റിസോർട്ട് വരുന്നത്. 3 കാറ്റഗറിയിലാണ് ഇവിടെ റൂം വരുന്നത്: മിസ്റ്റ് സ്യൂട്ട്, മിസ്റ്റ് ഹെവൻ ആൻഡ് മിസ്റ്റ് സിംഫണി. ഇതിൽ മിസ്റ്റ് സ്യൂട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വാട്ടർഫാൾസ് കാണാൻ പറ്റുമേ. പക്ഷേ എല്ലാ ലെവൽ റൂംസും നല്ല പ്രീമിയം ലെവലിലാണ് ഇവർ ചെയ്തേക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് അവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാവേ. ഈ കാണുന്നത് ഈ റിസോർട്ടിൻ്റെ അടുത്തുകൂടെ ഒഴുകുന്ന ചാലക്കുടി പുഴയാണ് കേട്ടോ. ഇതാണ് റിസോർട്ടിൻ്റെ ടോപ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച. ഇറ്റ്സ് റിയലി അമേസിങ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾ റൂമിൽ നിന്നപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളാണേ. ഇതൊരു വേഴാമ്പലാണേ. മലബാർ ഗ്രേ ഹോൺബിൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പശ്ചിമഘട്ടങ്ങളിലാണ് കേട്ടോ ഇതിനെ കൂടുതലും കാണപ്പെടുന്നത്. ഇത് പ്രധാനമായും ഭക്ഷിക്കുന്നത് പഴങ്ങളാണേ. ഇനി ഞങ്ങൾ പോകുന്നത് വാഴച്ചൽ വഴി വാൽപ്പാറയിലേക്കാണ്. നെക്സ്റ്റ് വീഡിയോയ്ക്കായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക് യു.